ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കറിന്റെ 16ാം ദിവസത്തെ കളക്ഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ മമ്മൂക്ക മൂവിയായ വല്യേട്ടൻ 4Kയുടെ അപ്ഡേറ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്ക മൂവിയായ വല്യേട്ടൻ 4K വെർഷനിൽ തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ ഇതാ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു. 1 മിനിറ്റും ചില്ലറ സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ടീസറിൽ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ സീൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ടീസർ ഫീൽ ചെയ്തിട്ടുള്ളത്. സായ് കുമാറിന്റെ ഡയലോഗ് ഡെലിവറിയോട് കൂടെ തുടങ്ങിയ ടീസർ നല്ലൊരു ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ഇതുവരെ വന്ന 4K ടീസറിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ടീസർ ഇത് തന്നെയാണ്. നവംബർ 29-ാം തീയതിയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെ മമ്മൂട്ടി ആരാധകർ ചിത്രത്തിന് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കർ 16ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ചിത്രത്തിന്റെ മികച്ചൊരു തിയേറ്റർ കൗണ്ട് കേരളത്തിൽ നിലനിർത്താൻ സാധിച്ചിരിക്കുന്നു. 150-ൽ കൂടുതൽ സ്ക്രീനാണ് ചിത്രത്തിന് തേർഡ് വീക്കിൽ കേരളത്തിലുള്ളത്. ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ഈ ഒരു സമയത്ത് 3000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നു. ചിത്രത്തിന്റെ 3-ാം വെള്ളിയാഴ്ച സൂപ്പർ വെള്ളിയാഴ്ചയാവുന്ന കാഴ്ച 16ാം ദിവസം ഇന്ന് ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ചിത്രത്തിന്റെ 16ാം ദിവസം വേൾഡ് വൈഡ് നിന്നും 3 കോടിയോളം രൂപ കളക്ഷൻ നേടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അന്യഭാഷയിൽ പോയിട്ട് ഇതുപോലുള്ള റേഞ്ച് വിജയങ്ങൾ സ്വന്തമാക്കാൻ അതിനൊരു വേറെ റേഞ്ചും അതുപോലെ ഒരു ലെക്കും വേണം. അത്തരത്തിലുള്ള ലെക്ക് തന്നെയാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാന് കിട്ടിയിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള സിനിമകൾ നമുക്ക് അന്യഭാഷയിൽ പോയിട്ട് ചെയ്യാം, പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. അവിടെയാണ് DQ എന്ന നായകന്റെ ചിത്രങ്ങൾ അന്യഭാഷയിൽ വലിയ രീതിയിലുള്ള സക്സസ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി DQ ചിത്രങ്ങൾ അന്യഭാഷയിൽ വരുന്ന സമയത്ത് ലെക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം വലിയൊരു താര പദവി അന്യഭാഷയിൽ ഈ ഒരു താരം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പാൻ ഇന്ത്യൻ സിനിമകൾ മാസും കൂടെ കലർത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ DQ വേറെ റേഞ്ചിലേക്കാണ് എത്തപ്പെടാനിരിക്കുന്നത്. ലക്കി ഭാസ്കർ അതിൻ്റെ ഒരു ശുഭ സൂചനയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്.